എൻ്റെ കഥകൾ ഞാൻ പറയും. ഞാൻ സുൽഫി, ആശ സ്റ്റുഡിയോ. ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് പഴയ ആൽബങ്ങളാണ്. 1960-നും 80-നും ഇടയിലുള്ള ആൽബങ്ങളാണിത്. വേറെ കുറേ ഉണ്ട്. 60 കാലഘട്ടങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഫോട്ടോസൊക്കെ ഉണ്ടായത്. സോറി, കണ്ടില്ലേ? കാണണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഫാമിലി ഫോട്ടോസാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോസാണ്. എന്നാൽ 65 ആകുമ്പോഴേക്കും ഈ കളർ ഫോട്ടോയിലേക്ക് മാറ്റം വന്നു. കളർ ഫോട്ടോ ആയി. ആൽബം കണ്ടില്ലേ? അന്ന് ഫ്രണ്ട് പേജ് ക്ലോത്തിലാണ്. റയർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും. ഇപ്പോൾ വയസ്സ് എനിക്ക് 61ആയി. 65 വർഷം മുമ്പുള്ള ആൽബങ്ങളും ഫോട്ടോസാണ് നിങ്ങളെ കാണിക്കുന്നത്. വിശദമായിട്ട് കാണിച്ചു തരാം, പറഞ്ഞു തരാം. 100 കണക്കിന് ഫോട്ടോസുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഇതോടുകൂടെ കാണിക്കുന്നത്. ഒരുപാട് പേര് ഈ കാലയളവിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്കറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണണ്ടേ? ഓർമ്മകൾ പൂത്ത നേരം, ഈ ചിത്രങ്ങളിൽ ജീവൻ, കാലം നിന്നു പോയി നേരം, മനസ്സിൽ സ്നേഹം നിറയെ. ഇന്ന് ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ സ്റ്റോറിയാണ് നിങ്ങളോട് പറയുന്നത്. ഇത് എൻ്റെ കുട്ടിക്കാലം 5-ലോ 6-ലോ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ ഇങ്ങനൊരു ഫ്രെയിം കോലായിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഫ്രെയിമാക്കി വെച്ചത്. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഇതൊരു കളർ ഫോട്ടോ ആണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ അന്ന് കളർ പ്രിൻറ്റിങ് ഇല്ല. UAE-യിലും കളർ പ്രിൻറ്റിങ് ഇല്ല. ചെറിയ കളർ പ്രിൻറ്റിങ് ഒക്കെ A4 വരെയുള്ളതോ അതിൻ്റെ മുകളിലുള്ളതോ അന്ന് കളർ ഫോട്ടോസൊക്കെ കിട്ടാറുള്ളായിരുന്നു. ഇത് വലിയ സൈസാണ്. ഇതന്ന് എൻ്റെ ഉപ്പ UK-യിൽ കൊടുത്തയച്ചിട്ടാണ്. ഇത്ര വലിയൊരു പ്രിൻ്റ്, കളർ പ്രിൻ്റാണ്. അത് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് വന്നു. ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് വന്നത്. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചത്. മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്നു. ഇത് കോഴിക്കോട് SM സ്ട്രീറ്റിൽ അന്നൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, നാഷണൽ സ്റ്റുഡിയോ. അവിടെ നിന്നാണ് ഈ ഫ്രെയിം ചെയ്തത്. കണ്ടില്ലേ? ഇന്നും ഫ്രെയിമിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഫോട്ടോ ഫെയ്ഡായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വലുതായപ്പോൾ ഈ ഫോട്ടോ വീട്ടിൻ്റെ ഒരു മൂലയിലായി. പിന്നീട് നമ്മൾ ഈ ഫോട്ടോ ഒന്നും അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറില്ല. ഇപ്പോഴത്തെ സ്റ്റൈൽ അറിയാലോ, അതാ സംഭവിച്ചത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഉണ്ട്, ആൽബത്തിലുണ്ട്.